ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് പൃഥു മഹാരാജാവ് യാഗം കഴിക്കുന്നതും ഇന്ദ്രൻ കുതിരയെ അപഹരിക്കുന്നതുമാണ്. ശ്രീ മൈത്രേയ പറഞ്ഞു, പൃഥു രാജ്യമോക്ഷാർത്ഥം 100 അശ്വമേധ യാഗം കഴിക്കണമെന്ന് സങ്കല്പിച്ചു. പുണ്യസ്ഥലത്തിൽ വെച്ച് കർമ്മം ചെയ്താൽ അധിക ഫലം സിദ്ധിക്കുമല്ലോ. അതിനാൽ ബ്രഹ്മവർഷത്തിൽ സരസ്വതി നദി കിഴക്കു നോക്കി ഒഴുകുന്ന സ്ഥലം തിരഞ്ഞെടുത്തു. അവിടെ യാഗം തുടങ്ങി. ആ യാഗത്തിൽ ഉത്കൃഷ്ടത ഹേതുവായി ശ്രീഹരി എഴുന്നള്ളി യജ്ഞഭാഗത്തെ സ്വീകരിച്ചു. ആ യാഗത്തിന്റെ വൈഭവത്തെ കണ്ട് ദേവേന്ദ്രന് അസൂയ തോന്നി. യാഗത്തിന് വിഘ്നം വരുത്താൻ നിശ്ചയിച്ചു. 100ാമത്തെ യാഗം ആരംഭിച്ചപ്പോൾ തന്റെ സ്ഥാനം തന്നെയും നഷ്ടമാകുമോ എന്ന് ഇന്ദ്രന് ഭയമായി. ഇന്ദ്രൻ പല വേഷത്തിലും വന്ന് യാഗാശ്വത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഋതുവിന്റെ പുത്രൻ അപ്പോഴപ്പോൾ പിന്തുടർന്ന് കുതിരയെ വീണ്ടും കൊണ്ടുവന്നു. അവന്റെ അത്ഭുത പരാക്രമത്തെ അഭിനന്ദിച്ച് ഋഷികൾ അവനെ വിശുദ്ധാശ്വനെന്ന് പേർ നൽകി. കുതിരയെ മോഷ്ടിക്കാനായി ഇന്ദ്രൻ ഓരോ പ്രാവശ്യവും സ്വീകരിച്ചുപേക്ഷിച്ച വേഷങ്ങൾ ജൈനന്മാർ, ബൗദ്ധന്മാർ, കപാലികന്മാർ ഇത്യാദികളായി ലോകത്തിൽ സഞ്ചരിച്ചു. അവർ സജ്ജനങ്ങളെയും വിരക്തന്മാരെയും പോലെ വേഷം കെട്ടി ജനങ്ങളെ വഞ്ചിച്ച് ധർമ്മമാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിച്ചു. പാകണ്ടുവൃത്തി എന്ന നിത്യകർമ്മത്തെ ചെയ്ത ഇന്ദ്രനിൽ കോപിച്ച് ഋതുക്കളോട് ഇന്ദ്രനെ അഗ്നിയിൽ ഹോമിക്കാൻ ആജ്ഞാപിച്ചു. അപ്പോൾ ബ്രഹ്മാവ് വന്ന് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളാൽ ഇന്ദ്രവധം സാധ്യമല്ല, അത് യോഗ്യവുമല്ല. കാരണം ഇന്ദ്രൻ ഭഗവാന്റെ അംശമാണ്. രാജൻ, അങ്ങ് മോക്ഷേശുവാണല്ലോ, സ്വർഗസുഖത്തെ ആഗ്രഹിക്കുന്നവനല്ലോ. അതിനാൽ യാഗം ഇവിടെ നിർത്തുക, പരസ്പരം മത്സരിക്കേണ്ട. ബ്രഹ്മാവിന്റെ ഉപദേശത്തെ പൃഥു സ്വീകരിച്ച് യാഗം മതിയാക്കി അവഭൃതസ്ഥാനം ചെയ്തു. ദേവതകൾ രാജാവിനെ ഇഷ്ടവരങ്ങൾ നൽകി അനുഗ്രഹിച്ചു. അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് പൃഥു മഹാരാജാവിന് ലഭിച്ച ഭഗവത് ദർശനവും അനുഗ്രഹവും എന്ന ഭാഗമാണ്. കേൾക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.